ആസ്ക് യുവർ മെന്ററിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ്. +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. പ്രാക്ടിക്കൽ ഏകദേശം ഒരു 20ഓളം പ്രാക്ടിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ്. ഏകദേശം 20ഓളം പ്രാക്ടിക്കൽ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുടക്കമായിട്ട് ഒന്നാമത്തെ പ്രാക്ടിക്കലിലേക്ക് കടക്കാൻ പോവുകയാണ്. കൂടുതലൊന്നും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഒന്നാമത്തെ പ്രാക്ടിക്കലിലേക്ക് കയറാൻ പോവുകയാണ്. ഒന്നാമത്തെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് യൂസ് ഓഫ് സം ഇഫ് ആൻഡ് ലുക്കപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഗിവൺ ബിലോ ഈസ് എ ടേബിൾ ഷോയിങ് നെയിം, ഡെസിഗ്നേഷൻ ആൻഡ് മന്ത്ലി സാലറി പെയ്ഡ് ഫോർ ഡിഫറെൻറ്റ് എംപ്ലോയീസ് ഇൻ സിമെട്രോൺ ലിമിറ്റഡ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ 2024. നെയിം ഓഫ് ദ എംപ്ലോയി, ഡെസിഗ്നേഷൻ, മന്ത്ലി സാലറി. നെയിം ഓഫ് ദ എംപ്ലോയിൽ കുറച്ച് എംപ്ലോയീസിൻ്റെ പേര് തന്നിട്ടുണ്ട്. അവരുടെ ഡെസിഗ്നേഷൻ, മാനേജർ, കൺസൾട്ടൻറ്റ്, അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി സാലറീസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ച് നോക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ഇൻ ഡിസംബർ 2024. ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു കൺസൾട്ടൻറ്റ് ഇൻ ദ ഫേം. The name of the employee with monthly salary of ₹95,000 by lookup function. അപ്പം ഇവിടെ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആണ് ഏതൊക്കെ ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങളെല്ലാവരും പഠിക്കുന്ന ഉബുണ്ടുവിലായിരിക്കും ഇത് ചെയ്യുന്നത്, അല്ലേ? ഉബുണ്ടു സോഫ്റ്റ്വെയറിലാണ്, ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ലിബ്രെ ഓഫീസ് കാൽക്കിലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട സാലറി, മൊത്തത്തിൽ സാലറി കാണണം. എല്ലാ എംപ്ലോയീസിനും കൊടുത്തിരിക്കുന്ന സാലറിയാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ ഏതാണ്? സം ഫംഗ്ഷൻ. രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ദ ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു കൺസൾട്ടൻറ്റ്. അപ്പോൾ ഇവിടെ കൺസൾട്ടൻറ്റിന് മാത്രം കൊടുത്തിരിക്കുന്ന സാലറി കാണണം. ടോട്ടൽ സാലറി കാണാൻ നമുക്ക് സം ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി, അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും, അതായത് ഇവിടെ കൺസൾട്ടൻറ്റ് പ്രത്യേകം വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്, കൺസൾട്ടൻറ്റ്. അപ്പോൾ ഈ 3 കൺസൾട്ടൻറ്റിന് കൊടുത്തിരിക്കുന്ന സാലറിയാണ് വേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഫംഗ്ഷനാണ് സം ഈഫ്. ഓക്കെ, സം ഈഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഈ പ്രാക്ടിക്കൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തിയറിറ്റിക്കലുമായിട്ട് പഠിച്ചു പോകണം. ജസ്റ്റ് ഫോർ പ്രാക്ടിക്കൽ എയിംസിലേക്ക് പോയാതെ തിയറിറ്റിക്കലുമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും നല്ല ഗുണമായിരിക്കും. കാരണം 20 മാർക്കിന് നമുക്ക് തിയറി എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ആ തിയറി എക്സാമിനേഷൻ നിങ്ങൾ ഈ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് പഠിക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നെയിം ഓഫ് ദ എംപ്ലോയി വിത്ത് മന്ത്ലി സാലറി ഓഫ് ₹95,000 ബൈ ലുക്കപ്പ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ അവിടെ ലുക്കപ്പ് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നേരെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, ഓഫീസിലേക്ക് പോവാം. ഓഫീസ് എടുക്കുക, അത് കഴിഞ്ഞ് ലിബ്രെ ഓഫീസ് കാൽക്ക് എടുക്കുക. ലിബ്രെ ഓഫീസ് കാൽക്ക് ഓപ്പണായി. ഇനി നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ഡാറ്റ ഇങ്ങോട്ടേക്ക് ഇൻപുട്ട് ചെയ്യണം. ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ഡാറ്റ നമുക്ക് ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊടുക്കുക നെയിം ഓഫ് ദ എംപ്ലോയി. ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന പോലെ അതേപടി നിങ്ങൾ അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുക. നെയിം ഓഫ് ദ എംപ്ലോയി. അത് കഴിഞ്ഞ് അവരുടെ ഡെസിഗ്നേഷൻ എൻ്റർ ചെയ്യണം. ഡെസിഗ്നേഷൻ. അത് കഴിഞ്ഞ് അവരുടെ മന്ത്ലി സാലറി. ഓക്കെ, ഇനി എല്ലാ എംപ്ലോയീസിൻ്റെ പേരും ഡെസിഗ്നേഷനും അതേപോലെ തന്നെ മന്ത്ലി സാലറിയും ക്വസ്റ്റിൽ തന്നിരിക്കുന്ന പോലെ എൻ്റർ ചെയ്യുക. മന്ത്ലി സാലറി പെയ്ഡ് ഇൻ ഡിസംബർ 2024. അപ്പോൾ എപ്പോഴും കാൽക്കുലേഷൻ മാത്രം നിങ്ങൾ കാണിച്ചു വെക്കാതെ അതിൻ്റെ ഒരു ലേബലും കൂടെ ചെയ്ത് വെക്കണം. എന്നാലും മാത്രമേ നമ്മൾ ചെയ്തു വെക്കുന്ന പ്രോബ്ലം കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പം ഓരോ ഡീറ്റെയിൽസും നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുക. ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു ആരാണ്? കൺസൾട്ടൻറ്റ്, അല്ലേ? ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു കൺസൾട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യുക. രണ്ടാമത്തെ കോളത്തിൽ, രണ്ടാമത്തെ സെല്ലിൽ. മൂന്നാമത്തെ സെല്ലിൽ എൻ്റർ ചെയ്യേണ്ടത് നെയിം ഓഫ് ദ എംപ്ലോയി വിത്ത് മന്ത്ലി സാലറി ഓഫ് ₹95,000. അത് കഴിഞ്ഞ് നമുക്കിനി ഒന്നുമില്ല, വളരെ പെട്ടെന്ന് ഇത് ചെയ്ത് കഴിയും. നമ്മൾ ഇതിലേക്ക് വരിക. ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് എന്ന് അതിൽ കോളത്തിലേക്ക് ഈക്വൽ ടു സം എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. SUM, സം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പാരന്തസിസ് എന്നാണ് പറയുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് കാണിക്കണം. എന്താണ്?
അതായത് സിയിലാണ് കിടക്കുന്നത്, C2 to C7 എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ അവിടെ കിട്ടി, ടോട്ടൽ മന്ത്ലി സാലറി കിട്ടി. ഇനി കൺസൾട്ടൻറ്റിന് കൊടുത്തിരിക്കുന്ന സാലറി കാണണം. ഓരോ 3 കൺസൾട്ടൻ്റ് ഉണ്ട്, അവർക്ക് കൊടുത്തിരിക്കുന്ന സാലറിൻ്റെ ടോട്ടലാണ് കാണേണ്ടത്. അപ്പോൾ നമ്മളവിടെ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ ഏതാണ്? സം ഈഫ് എന്ന് പറയുന്നതാണ് അല്ലേ. സം ഈഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഈക്വൽ ടു സം ഈഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് റേഞ്ച് ആണ് കൊടുക്കേണ്ടത്. റേഞ്ച് കൺസൾട്ടൻ്റ് എവിടെയാണെന്ന് നോക്കുക. കൺസൾട്ടൻ്റ് B എന്ന് പറഞ്ഞ കോളത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അതും ഫുള്ള് മാർക്ക് ചെയ്യുക, B2 to B7 എന്നിട്ട് കോമ ഇടുക. അതിനുശേഷം ഡബിൾ ഇൻവെർട്ടർ കോമയിൽ കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. നമ്മൾ അവിടെ എന്താണോ ഏത് സ്പെല്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ എൻ്റർ ചെയ്യുക. എന്നിട്ട് കോമ ഇടുക. അതിനുശേഷം C2 to C7 മാർക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ വരും. അതുപോലെ നെയിം ഓഫ് ദ എംപ്ലോയി വിത്ത് മന്ത്ലി സാലറി ഓഫ് ₹95,000 അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലുക്കപ്പ് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ഈക്വൽ ടു ലുക്കപ്പ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ സിൻടാക്സ് കാണാൻ പറ്റും. സെർച്ച് ക്രൈറ്റീരിയൻ, സെർച്ച് വെക്റ്റർ, റിസൾട്ട് വെക്റ്റർ. 95,000 എന്ന് കാണിക്കുക, അതാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. 95,000 കൊടുത്തിരിക്കുന്ന ആർക്കാണെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ 95,000 എന്ന് കാണിക്കുന്നു, കോമ ഇടുന്നു. അത് കഴിഞ്ഞ് നമുക്ക് സെർച്ച് വെക്ടറാണ് വേണ്ടത്. അതെവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്? മന്ത്ലി സാലറി എന്ന് പറഞ്ഞ ഹെഡിലാണ് വേണ്ടത്. അതായത് C2 to C7 ആണ് അത് സെർച്ചിങ് നടക്കേണ്ടത്. ഇനി റിസൾട്ട് വെക്ടർ, റിസൾട്ട് എവിടെയാണ് കിടക്കുന്നത്? നെയിം ഓഫ് ദ എംപ്ലോയിയിൽ അല്ല, പേരാണല്ലോ വരേണ്ടത്. അപ്പോൾ അവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആൻസർ വരണം. അപ്പോൾ ചില സമയത്ത് ചില സിസ്റ്റത്തിലൊന്നും ഇത് ആൻസർ വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ എമൗണ്ട് 95,000 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്പർ ഒന്ന് മാറ്റി കൊടുത്തു നോക്കാം. അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് 1,50,000 ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഇവിടെ N-bar A എന്ന് പറഞ്ഞ ഒരു എറർ കാണിക്കുന്നുണ്ട്. നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് 95,000 മാറ്റി വരും, ഞാൻ 1,50,000 കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം, ഇത് സിൻടാക്സിൽ എറർ ഒന്നും കാണുന്നില്ല, സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പകപ്പിഴയായിരിക്കും. അപ്പോൾ നമ്മളത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എമൗണ്ട് ഒന്ന് മാറ്റി കൊടുക്കുക. കണ്ടോ, അപ്പോൾ അവിടെ ആൻസർ വന്നിട്ടുണ്ട് ദീപേഷ്. അപ്പോൾ അതിൽ നമുക്ക് ആൻസർ വേണ്ടത് അർഷാദ് എന്നായിരുന്നു ആൻസർ വേണ്ടത്. അതിൽ എമൗണ്ട് മാറ്റി ദീപേഷിനാക്കി. ഇത് കുഴപ്പമൊന്നുമില്ല, അത് ഇൻവിജിലേറ്ററോട് പറഞ്ഞാൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ വരികയാണെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് സിൻടാക്സ് അറിയാത്തത് കൊണ്ടാണെങ്കിൽ നമുക്കതിൽ മാർക്ക് കിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സിസ്റ്റത്തിൻ്റെ എററാണെങ്കിൽ അത് നിങ്ങൾ ഇതേപോലെ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. നമ്മൾ ഒന്നാമത്തെ പ്രാക്ടിക്കൽ കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.